നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 52 ലക്ഷം പേരും ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പലർക്കും ലഭിക്കാതെ വരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ചില മാസങ്ങളിലെ കുടിശ്ശിക വരുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു അവസരത്തിൽ സർക്കാർ കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി കഠിന പരിശ്രമത്തിലുമാണ്. ഏപ്രിൽ മാസം തന്നെ ബഡ്ജറ്റിലെ പ്രഖ്യാപനമനുസരിച്ച് വീണ്ടും 2 മാസത്തെ ധനസഹായം 3200 രൂപ അടുത്തയാഴ്ചയോടെ തന്നെ ഇതിൻ്റെ നടപടികൾ പൂർത്തിയാകുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പും വന്നുയർന്നിട്ടുള്ളത്. എന്നാൽ ഈ അവസരത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമെന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ആ സത്യവാങ്മൂലമുണ്ട്. അതായത് പെൻഷൻ അവകാശമല്ലാതെ സർക്കാർ നൽകുന്ന ഒരു സഹായമാണ്, അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന ഒരു ഔദാര്യമാണ് എന്ന രീതിയിൽ തന്നെ സർക്കാർ ഒരു സത്യവാങ്മൂലം പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇതിനെ ചൂടുപിടിച്ച് തന്നെയാണ് വിവിധ പ്രസ്താവനകളും അതോടൊപ്പം തന്നെ വിവാദങ്ങളും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, കാരണം പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെ ഒരു ശുദ്ധീകരിക്കൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള പരിശോധന എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന മാസങ്ങളുടെ തന്നെ സർക്കാരിൻ്റെ പരിശോധനകൾ എല്ലാ മേഖലകളിലേക്കും ഉണ്ടാകുമെന്നർത്ഥം. അതായത് അർഹതയുള്ള വീടുകൾക്ക് അല്ലെങ്കിൽ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമായിട്ട് ആനുകൂല്യം പരിമിതപ്പെടുത്തുക, റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ഗുണഭോക്താക്കളെ തരംതിരിക്കുക. അതായത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക്, അല്ലെങ്കിൽ അശരണരായവർക്ക്, അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങൾക്ക് മാത്രമേ ഈ പെൻഷൻ നൽകാവൂ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ മുൻപ് തന്നെ അഭ്യർത്ഥനകളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും വന്നുയർന്നിട്ടുള്ളതാണ്. എങ്കിൽ പോലും സർക്കാർ അത് പരിഗണിക്കാതെ മുൻപോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉടലെടുത്തിട്ടുള്ളത്. അതായത് എല്ലാ വിഭാഗം ആളുകൾക്കും APL വിഭാഗത്തിലെ റേഷൻ കാർഡ്, നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് വരെ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ മറ്റു സ്കീം വഴിയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. ഇതിൽ തന്നെ സാമ്പത്തിക ഭദ്രത ഉയർന്ന വ്യക്തികൾ പോലും ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കീഴിലെ മെമ്പർമാരെ സ്വാധീനിച്ചും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും ഈ ആനുകൂല്യം വാങ്ങിയെടുക്കുന്നുണ്ട്. അതായത് വീടുകളിൽ 4 ചക്ര വാഹനങ്ങളൊക്കെ സ്വന്തമായുള്ള ഗുണഭോക്താക്കൾ, ഇതോടൊപ്പം തന്നെ AC വീടുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ, ഇതോടൊപ്പം തന്നെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലൊക്കെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ, ഇത്തരം വാർക്ക വീടുകൾ, പ്രത്യേകിച്ച് ഇരുനില വീടിൽ താമസിച്ച് ഇത്തരത്തിൽ പെൻഷൻ ആനുകൂല്യമൊക്കെ വാങ്ങുന്ന ആളുകൾ, സർക്കാരിൻ്റെ അറിയിപ്പ് പ്രകാരം ഭിന്നശേഷിക്കാരൊഴികെ മറ്റ് വിഭാഗങ്ങൾ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ സ്കീമിലൊക്കെ ആനുകൂല്യം വാങ്ങുമ്പോൾ ഇവരൊക്കെ തന്നെ ദുർബല വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാകണം. എങ്കിലേ അവർക്കൊക്കെ ആനുകൂല്യം നൽകാവൂ എന്നൊക്കെ നിയമങ്ങൾ തന്നെയുണ്ട്. കൃത്യമായിട്ട് നേരിട്ട് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ആ രീതിയിൽ വേണം കൃത്യമായിട്ട് പെൻഷൻ പദ്ധതിയിലേക്ക് അവരെ ചേർക്കാൻ എന്നൊക്കെ നിയമമുള്ളപ്പോൾ ഇത്തരം പരിശോധനകളൊന്നുമില്ലാതെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും പരിഗണിക്കുന്ന ഒരു രീതി തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ചില മേഖലകളിലാണെങ്കിൽ അർഹതയുള്ളവർക്ക് പോലും ആനുകൂല്യം കിട്ടാത്ത അവസ്ഥയും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിയമങ്ങൾ കർശനമാക്കുന്നതിന് വേണ്ടി APL റേഷൻ കാർഡിൽ നിന്ന് അപേക്ഷയൊക്കെ വരുമ്പോൾ ഇത്തരം ഗുണഭോക്താക്കളെ കൃത്യമായിട്ട് അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് ആനുകൂല്യം നൽകാവൂ എന്നൊക്കെയുള്ള നിയമങ്ങൾ നിലവിലുള്ളതും അതോടൊപ്പം തന്നെ തുടർന്നു വരുന്ന മാസങ്ങളിൽ കർശനമായിട്ട് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നതും. ഇതോടൊപ്പം തന്നെയാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും മസ്റ്ററിംഗ് പോലെയുള്ള കടമ്പകൾ. ഈ കാര്യങ്ങളെല്ലാം 2024 സമർപ്പിക്കേണ്ടതായിട്ട് വരും. ഇലക്ഷൻ്റെ ഈ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ അവസാനിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് മസ്റ്ററിംഗ് അല്ലെങ്കിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം പോലുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ പുനഃസ്ഥാപിക്കാനാണ് സാധ്യത. ഈ രീതിയിൽ കൂടി ആളുകളെ, ഗുണഭോക്താക്കളെ കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി, അർഹതയുള്ളവർക്ക് ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി സാധിക്കുമെന്നൊക്കെയാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ അർഹതയുള്ള ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് ആനുകൂല്യം ലഭിക്കട്ടെ. അനർഹമായിട്ട് വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെ കണ്ടെത്തുന്നതിന് സർക്കാരിന് സാധിക്കട്ടെ. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ തന്നെ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ 2500 രൂപ വരെ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യവും സംജാതമാകും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.